ജനം ടി വി റിപ്പോർട്ടറുടെ ചോദ്യത്തിൽ പ്രകോപിതനായി മാധ്യമങ്ങളോട് കടക്കുപുറത്ത് ഇന്ന് പറഞ്ഞിരിക്കുന്നത് പി.സി. ചാക്കോയാണ്. കോഴ ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യമാണ് ചാക്കോയെ ചൊടിപ്പിച്ചത്. NCP ആലപ്പുഴ ജില്ലാ സമിതി ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ സംഭവം. മാധ്യമപ്രവർത്തകരെ പുറത്താക്കി പി.സി. ചാക്കോ വാതിലടക്കുകയും ഉണ്ടായി. ആദ്യം ദൃശ്യങ്ങൾ കാണാം. അത് അനുസരിക്കാനുള്ള ബാധ്യത നിങ്ങൾ തുടക്കത്തിലെ സാറ് വിളിച്ചെടുത്തപ്പോഴേ അതുകൊണ്ടാണ് പറയുന്നത് മോളിലത്തെ നിങ്ങളെല്ലാം പങ്കെടുത്ത മോളിലാണ് ഞങ്ങൾ പുറത്താക്കി. സാധാരണ സാറേ ഇത് ആദ്യമായിട്ട് അതിന് നിങ്ങൾ നിന്ന് തർക്കിക്കുമ്പോൾ ദുരുദ്ദേശം ഉണ്ടെന്ന് വരെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. നിങ്ങളുടെ പ്രസിഡന്റ് നന്നായിട്ട് സംസാരിച്ചു. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾ യോഗം തുടങ്ങി, നിങ്ങൾ ഫോട്ടോ എടുത്തു, ഞങ്ങൾ ചർച്ചകൾ ആരംഭിക്കുകയാണ്. പത്രപ്രവർത്തകർ ദയവായി പുറത്തു പോകണമെന്ന് പറഞ്ഞാൽ അത് അനുസരിക്കാനുള്ള ബാധ്യത നിങ്ങൾ തുടക്കത്തിലെ സാറ് വിളിച്ചെടുത്തപ്പോഴേ അതിന് നിങ്ങൾ നിന്ന് തർക്കിക്കുമ്പോൾ ദുരുദ്ദേശം ഉണ്ടെന്ന് വരെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. നിങ്ങളുടെ പ്രസിഡന്റ് നന്നായിട്ട് സംസാരിച്ചു. ജനം സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ്. ചോദ്യങ്ങളോട് ഇത്രമേൽ അസഹിഷ്ണുതയോ? ആദ്യം വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ ഞങ്ങളുടെ പ്രതിനിധി നിഷ ദിലീപ് തന്നെ നേരിട്ട് തത്സമയം ചേരുകയാണ്. നിഷയാണ് അദ്ദേഹത്തോട് ചോദിച്ചത് ഈ കോഴ ആരോപണത്തെ സംബന്ധിച്ച്. അതിനുശേഷമാണോ ഇത്രയധികം പ്രകോപിതനായി എല്ലാ മാധ്യമങ്ങളോടും കടക്കുപുറത്ത് എന്ന് പറഞ്ഞത്? തീർച്ചയായും ഈ പി.സി. ചാക്കോ വിഭാഗത്തിന്റെ, അതായത് NCPയുടെ ഒരു ജില്ലാ സമിതി ഉണ്ടായിരുന്നു. ഇന്ന് പി.സി. ചാക്കോ വിഭാഗത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ അറിയിച്ചതനുസരിച്ചാണ് നമ്മൾ ഇന്ന് രാവിലെ ഈ നേതൃയോഗത്തിന് അവിടെ എത്തിയത്. ആ സമയത്ത് 11 മണിയോടുകൂടിയായിരുന്നു ഈ യോഗം തുടങ്ങിയത്. നമ്മൾ ഹാളിൽ കയറിയിരുന്നു, അധ്യക്ഷ പ്രസംഗം എടുത്തു. ആ സമയത്തൊക്കെ പി.സി. ചാക്കോ അവിടെ ഉണ്ടായിരുന്നു. ആ സമയം മുതൽ തന്നെ ഈ നമ്മുടെ ക്യാമറകളൊക്കെ കണ്ടപ്പോൾ തന്നെ പി.സി. ചാക്കോ വളരെയധികം അസ്വസ്ഥനായിരുന്നു. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അദ്ദേഹത്തിനെതിരെയുള്ള കോഴ ആരോപണം. തീർച്ചയായും നമ്മൾ പോയതും അതേക്കുറിച്ച് അദ്ദേഹത്തിനോട് ചോദിക്കാൻ വേണ്ടി തന്നെയാണ്. ഇതുവരെ അതേക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചിട്ടൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് ആലപ്പുഴയിൽ ഈ യോഗമുണ്ട് എന്നറിഞ്ഞ് പി.സി. ചാക്കോ എത്തുമെന്ന് അദ്ദേഹത്തിന്റെ ആ വിഭാഗത്തിലുള്ള നേതാവ് തന്നെ അറിയിച്ച അനുസരിച്ചാണ് നമ്മൾ പോയതും. ഈ കോഴ ആരോപണത്തെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി തന്നെയാണ് പോയത്. യോഗം തുടങ്ങി, നമ്മൾ വിഷ്വൽ എടുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ പി.സി. ചാക്കോ നമ്മളെ പുറത്തിറങ്ങണം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ നോട്ടമൊക്കെ ഉണ്ടായിരുന്നത്. എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞ് പി.സി. ചാക്കോ സംസാരിക്കാൻ തുടങ്ങി. ആ സംസാരിക്കാൻ തുടങ്ങിയ സമയത്ത് നമ്മളോട് പറഞ്ഞു മാധ്യമങ്ങൾക്ക് വേണമെങ്കിൽ ഇറങ്ങാം എന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും അദ്ദേഹം ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. നമ്മൾ ഈ വിളിച്ചതനുസരിച്ചാണ് നമ്മൾ അവിടെ എത്തിയത് എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. പക്ഷെ അദ്ദേഹം ആ സമയത്ത് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം പ്രസംഗം നിർത്തി നമ്മുടെ അടുത്തേക്ക് വന്നു. ഇറങ്ങി പോകണം, നമ്മൾ പോയേ പറ്റൂ, അവർക്ക് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുണ്ട്, എന്തായാലും നമ്മൾ ഇറങ്ങി പോകണം എന്ന് ശാഠ്യം പിടിച്ചു. പക്ഷെ നമ്മൾ ഇറങ്ങാനായിട്ട് കൂട്ടാക്കിയില്ല. കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രതിനിധി പറഞ്ഞ അനുസരിച്ച് വിളിച്ചിട്ടാണ് നമ്മൾ അവിടെ ചെന്നത്. പക്ഷെ അദ്ദേഹത്തിന് അറിയാം ഇതിന് ശേഷം മാധ്യമപ്രവർത്തകരായ നമ്മൾ അദ്ദേഹത്തോട് ഈ കോഴ ആരോപണത്തെക്കുറിച്ച് ചോദിക്കുമെന്നും മാത്രമല്ല തോമസിന്റെ മന്ത്രിസ്ഥാനം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയായി നിൽക്കുന്ന സമയമാണ്. അദ്ദേഹത്തോട് ചോദിക്കാൻ വേണ്ടി തന്നെയാണ് പോയത്. ഈ സമയത്താണ് അദ്ദേഹം നമ്മളോട് തർക്കിക്കുകയും അവിടെ ഉണ്ടായ ബഹളങ്ങളൊക്കെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടു. നമ്മളെ പുറത്താക്കി വാതിലടക്കുകയും ചെയ്തു. വാതിലടച്ച സമയത്താണ് ഞാൻ ചോദിച്ചത് ഈ കോഴ ആരോപണത്തെക്കുറിച്ച്. അപ്പോൾ അദ്ദേഹം വളരെയധികം ക്ഷുഭിതനായി വീണ്ടും വരികയും നമ്മളോട് ഇറങ്ങിപ്പോകാൻ പറയുകയുമാണ് ചെയ്തത്. എന്തായാലും ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ പി.സി. ചാക്കോ വിഭാഗത്തിന് വളരെയധികം ശക്തി ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ആലപ്പുഴ ജില്ല. റെജി ചെറിയാൻ അടക്കമുള്ള ആളുകൾ പി.സി. ചാക്കോയ്ക്ക് ഒപ്പം നിന്ന സ്ഥലമായിരുന്നു. പക്ഷേ പിന്നീട് ഇപ്പോൾ നിലവിൽ ജില്ലയിൽ 3 വിഭാഗങ്ങളുണ്ട് എന്നതാണ് സത്യം. കാരണം പി.സി. ചാക്കോയുടെ ഒരു വിഭാഗമുണ്ട്, റെജി ചെറിയാന്റെ നേതൃത്വത്തിൽ പി.സി. ചാക്കോയ്ക്കൊപ്പം ഉറച്ചു നിന്ന റെജി ചെറിയാന്റെ നേതൃത്വത്തിൽ മറ്റൊരു വിഭാഗമുണ്ട്. ഒപ്പം തന്നെ തോമസിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം കൂടിയുണ്ട്. തോമസ് പലതവണ മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഊഴം വെച്ചുള്ള ഒരു ഭരണം ശശീന്ദ്രൻ മാറിയതിനു ശേഷം തോമസിന് മന്ത്രി പദവി നൽകാമെന്നുള്ള വാഗ്ദാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടപ്പായില്ല. പലതവണ തോമസ് ഈ മന്ത്രിസ്ഥാനമൊക്കെ ആവശ്യപ്പെട്ട് നിൽക്കുകയാണ്. എന്തായാലും കോഴ ആരോപണം പരസ്യമായി ഉന്നയിച്ചതും തോമസ് MLA ആണ്. കുട്ടനാടൻ MLA. അദ്ദേഹത്തിന് എതിരെയുള്ള പടയൊരുക്കം പാർട്ടിയിൽ ഉണ്ട് എന്നുള്ള ഒരു മാധ്യമ വാർത്തകളുണ്ട്. അതിനോടൊപ്പം തന്നെ ആദ്യമായിട്ടല്ലല്ലോ ഇദ്ദേഹത്തിന്റെ എതിരെ ഇത്രമേൽ
ആരോപണം വരുന്നതും 2 വർഷങ്ങൾക്ക് മുമ്പ് പാർട്ടിക്കുള്ളിൽ പരാതി പ്രളയമായിരുന്നു PC ചാക്കോയ്ക്കെതിരെ, ഏകാധിപത്യ നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നതെന്നൊക്കെ ദേശീയ നേതൃത്വത്തിന് അന്ന് പരാതി പോയതാണ്. അല്ല, തീർച്ചയായും അതിന്റെ ഒരു ഇപ്പൊ വീണ്ടും അതിനോടുകൂടി തന്നെ ഉയർന്നു വന്നിരിക്കുന്നതാണ്, നിലവിലുള്ളതാണ് ഈ 55 ലക്ഷം രൂപയുടെ കോഴ ആരോപണം, PSC കോഴ ആരോപണം. അത് തോമസ് കെ തോമസ് അടക്കമുള്ള ആളുകളാണ് ഇതിന്റെ ശബ്ദരേഖ അടക്കം പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും തോമസ് കെ തോമസിനെ അനുകൂലിക്കുന്ന ശക്തമായ ഒരു വിഭാഗം ഇവിടെയുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഈ PC ചാക്കോയോടൊപ്പം ഉറച്ചു നിന്ന റെജി ചെറിയാനെ അനുകൂലിക്കുന്ന മറ്റൊരു വിഭാഗം. ഇവരുടെ വാർത്താ സമ്മേളനം അടുത്ത ദിവസം നടത്തുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. ഈ കാര്യവും നമ്മൾ PC ചാക്കോയോട് പറഞ്ഞു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറയാം. കാരണം അദ്ദേഹത്തിന്റെ എതിർത്തുള്ള മറ്റൊരു വിഭാഗം അടുത്ത ദിവസം തന്നെ പത്രസമ്മേളനം നടത്തുന്നുണ്ട്. അവർക്ക് ഇനിയും ഓരോ കാര്യങ്ങൾ, കോഴ ആരോപണം പോലെ തന്നെ PC ചാക്കോയ്ക്കെതിരെ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പത്രസമ്മേളനം അടക്കം വിളിച്ചിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട് പറയാനായിട്ട് നമ്മൾ ശ്രമിച്ചു. അദ്ദേഹം എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറയട്ടെ എന്ന് കരുതി നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചു. പക്ഷെ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ വളരെ അസ്വസ്ഥതയോടുകൂടി തന്നെ മാധ്യമപ്രവർത്തകരോട് കടന്നു പോകൂ, തനിക്ക് കാണണ്ട, ഇവിടുന്ന് ഇറങ്ങിപ്പോകൂ, ക്യാമറയൊക്കെ എടുത്തിട്ട് ഇറങ്ങിപ്പോകൂ എന്ന രീതിയിൽ വളരെ ക്ഷുഭിതനായാണ് അദ്ദേഹം വന്നത്. ഈ കോഴ ആരോപണത്തെക്കുറിച്ച് ചോദിച്ചതോടുകൂടി തന്നെ അദ്ദേഹം വാതിലടച്ച് നമ്മൾ അവിടെ ഇറങ്ങിപ്പോകുന്നത് വരെ അവിടെ നിന്ന് നോക്കി നിന്നു. പിന്നീട് ഇവരുടെ കൂടെയുള്ള പ്രവർത്തകർ, PC ചാക്കോയുടെ കൂടെയുള്ള ആളുകൾ, നമ്മളെ വിളിച്ചു വരുത്തിയ ആളുകൾ വിളിച്ച് നമ്മളോട് അടക്കം ക്ഷമ പറയുകയും ഒക്കെ ചെയ്തു. സംഭവിച്ചു പോയി, അദ്ദേഹം വളരെ അസ്വസ്ഥനാണ് എന്ന തരത്തിൽ അവരും അടക്കം ക്ഷമ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കോഴ ആരോപണം PC ചാക്കോയെ വളരെയധികം അസ്വസ്ഥനാക്കിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല.